ഹൈ ഫ്രണ്ട്സ്, തൊല്ലത്താണ്. അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ വന്ന ക്ലച്ച് എല്ലാ വണ്ടികൾക്കും സംശയമാണ് എത്രത്തോളം ക്ലച്ച് അപ്ലൈ ചെയ്യണം, ഗിയർ ചേഞ്ച് ചെയ്യണമെന്നുള്ളത്. അത് എങ്ങനെയാണ് വർക്കിംഗ് കാണിച്ചു തരാം. സി എഞ്ചിനാണ് അത്. നമ്മൾ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് വണ്ടി സംഭവിക്കുന്നത് കാണിച്ചു തരാം. ഇത് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഹാഫ് ക്ലച്ച് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഹാഫ് ക്ലച്ച് ആണ് കേട്ടോ, ഹാഫ് ക്ലച്ച് ആണ് ഉപയോഗിച്ചത്. അപ്പൊ ഇവിടെ നോക്കുക, അല്ലേ, ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ മാത്രമേ വന്നുള്ളൂ. ഇതുണ്ട്, ഇത് ക്ലച്ചിന്റെ വർക്കിംഗ്. ഇത് ഫുൾ ക്ലച്ച് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. അതായത് എഞ്ചിനായിട്ടുള്ള കംപ്ലീറ്റ് എഞ്ചിനായിട്ടുള്ള ലോഡ്, ക്രാങ്കായിട്ടുള്ള ലോഡ് ഒഴിവാക്കുകയാണ് ഇത് ചെയ്യുന്നത്. പിടിക്കുമ്പോൾ ഇത് നോക്കുക കേട്ടോ, ഇത് ഫുള്ളായിട്ട് ക്ലച്ച് ചെയ്യുമ്പോൾ ഇത് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടല്ലേ. ഇപ്പൊ ഓക്കെ ആണ്, ഇപ്പൊ ക്ലച്ച് ഓക്കെ ആണ്. നേരെ മറിച്ച് നമ്മൾ ഹാഫ് ക്ലച്ചിലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നോക്കുക, അല്ലേ, ഇത്രയും ടൈറ്റ് വരുന്നു. പിന്നെ ക്വാർട്ടർ ക്ലച്ചിലാണെങ്കിൽ ഈ രീതിയിലാണ് കറങ്ങുക. ക്ലച്ച് ഒഴിവാക്കിയാൽ പിന്നെ കംപ്ലീറ്റ് ക്രാങ്ക് അടക്കിയാണ് കറങ്ങുക. അപ്പൊ നമ്മൾ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഫുള്ള് ക്ലച്ച് എൻഗേജ് ആക്കാതെ ഗിയർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ശീലുണ്ടെങ്കിൽ ക്ലച്ച് ബേൺ ഔട്ട് ആയി, ക്ലച്ച് കത്തി തീരും കേട്ടോ. അപ്പൊ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണം. ഫുൾ ക്ലച്ച് ആകുമ്പോൾ ഉണ്ടല്ലേ, ഫുൾ റിലീസായി ഓക്കെ ആണ്. നോക്കുക, അപ്പൊ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ എല്ലാ സമയത്തും ഫുള്ളായിട്ട് ക്ലച്ച് പ്രസ് ചെയ്തതിനു ശേഷം മാത്രം ഗിയർ ചേഞ്ച് ചെയ്യുക. അതുപോലെ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏത് കാരണം 3 mm എങ്കിലും, മിനിമം 3 mm എങ്കിലും ഇതിന് പിന്നെ ഗ്യാപ്പ് ഇടണം. ക്ലച്ച് ലിവറിന്റെ ഇവിടെ ഒരു പ്ലേ കൊടുക്കണം. അതെല്ലാം എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് കുറച്ച് എൻഗേജ് ആയി കിടക്കും. ഇത് കേബിളും കൂടി വലിക്കുന്നതിനനുസരിച്ച് ക്ലച്ച് ഓപ്പൺ ആയി വരും ചെറിയ രീതിയിൽ. ആ രീതിയിലും ക്ലച്ച് കത്തിപ്പോകും. അപ്പൊ ഈ കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.